പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ഇത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലെ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവിടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവിടെ സങ്കടങ്ങൾ അറിയുന്നു. ആമേൻ. ഇവിടെ നമുക്ക് ഈ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചോദിച്ചു, ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മോശയോടാണ് ദൈവം പറയുകയാണ്. മോശ കത്തുന്ന മുൾപ്പടപ്പ് കണ്ട മോശ അവിടെ വെച്ച് ദൈവവുമായുള്ള സന്ദർഭം ആണ് നമുക്ക് ഈ 3-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഈ ദൈവം മോശയെ ദൈവം വിളിക്കുന്ന വിളിയാണ് ഈജിപ്തിലേക്ക് മടങ്ങി എന്ത് ചെയ്യണം, തൻ്റെ ജനത്തെ പുറത്ത് കൊണ്ടുവരാൻ മോശയിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ യഹോവയായ ദൈവം വ്യക്തമായി പറയുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽ ജനം. ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നമുക്കറിയാം, യാക്കോബിൻ്റെ 12 സന്തതികൾ ഹല്ലേലൂയ അവരെന്ത് ചെയ്യും, പിന്നത്തേതിൽ അവരെന്ത് ചെയ്യും, ഗോത്രങ്ങളായി മാറി. ഈ ഗോത്രങ്ങൾ എന്ത് ചെയ്തു, ഇവര് ഹല്ലേലൂയ യോസഫ് മിസ്രൈമിലായത് കൊണ്ട് മിസ്രൈമിലേക്ക് യാക്കോബും തൻ്റെ മക്കളും ഹല്ലേലൂയ മിസ്രൈമിലേക്ക് അവിടെ ചെന്നു. അവിടെ പാർക്കുവാനിടയായി. അവിടെ പാർത്ത് യോസഫും മരിച്ച ശേഷം യോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വരികയും അതിനുശേഷം തൻ്റെ ജനത്തിൻ്റെ വേദനകൾ കഷ്ടതകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇതെല്ലാം കണ്ടിട്ടും ഇവിടെ നിലവിളികൾ ദൈവം കണ്ട് മോശയോട് പറയുകയാണ്, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന്. നിശ്ചയമായും ദൈവം കണ്ടു. അവരെ വേദനിപ്പിക്കേണ്ടതിന് ഭരണാധികാരികൾ ചില അധികാരികളെ വെച്ചിട്ട് ഇവരെ വേദനിപ്പിക്കുക, ഇവർക്ക് കഷ്ടം വരുത്തേണ്ടതിന്, ഇവർക്ക് സ്വസ്ഥത കൊടുക്കാതെ സമാധാനം കൊടുക്കാതെ ഇവരെന്ത് ചെയ്യുക, ഇവരെ എപ്പോഴും അടിമത്തത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിലായിരിക്കുന്ന ജനം വേലകൾ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. സ്വസ്ഥമായി ഇരിപ്പാനോ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനോ കഴിയാതെ അടിമത്തത്തിലായിരിക്കുന്ന ആ ജനത്തോട് ആ വിടുതലിന് വേണ്ടി ദൈവം മോശയോട് പറയുകയാണ്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന്. അവരെ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള വിചാരകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിമപ്പണി ചെയ്യിക്കേണ്ടതിന് ഒരു കൂട്ടം ഭരണാധികാരി അല്ലെങ്കിൽ ചില അധികാരികളെ എന്ത് ഈ ഫറവോൻ അവിടെ ആക്കി വച്ചിരിക്കുകയാണ്. ഈ നമ്മളിപ്പോൾ കാണാറില്ലേ, ചില എന്താ പറയുക, ജോലി ചെയ്യുന്നവരുടെ ഇവർക്ക് മേൽ ഈ ഇസ്രായേൽ ജനത്തിന് ജോലി ചെയ്യിപ്പിക്കേണ്ടതിന് ഇവരെ മേൽനോട്ടം നയിക്കുന്ന വ്യക്തികളാണ് ഈ ഊഴിയ വിചാരകന്മാർ. ഊഴിയ വിചാരകന്മാർക്ക് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമാണ് എന്നാൽ ഇവിടെ അടിമത്തത്തിലേക്ക് വന്നതാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ വർധന കണ്ടാണ് ഫറവോൻ എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ പെരുപ്പം അവരുടെ വർധനവ് കണ്ടാണ് ഈ ജനത്തോട് അവിടുത്തെ രാജാവിന് ദേഷ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവർ വർദ്ധിക്കാൻ പാടില്ല. ഇവർക്ക് എന്ത് ചെയ്യുക, പരസ്പരം ഒരു ബന്ധം പുലർത്താൻ പാടില്ല, ഇവർക്ക് വർദ്ധിക്കാൻ പാടില്ല. വർധന കണ്ട് ഇവർ ഇത്രയും വേദനകൾ സഹിച്ചിട്ടും ഇത്രയും അടിമത്തമായിരുന്നിട്ടും ഈ ജനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഫറവോന്റെ അകത്ത് വന്നപ്പോൾ എന്ത് ചെയ്യുക, ഇവരെ വർധനകളെ തടയുകയാണ്. ഇവരെ ദൈവം വർദ്ധിപ്പിക്കുന്ന കാണുമ്പോൾ എന്ത് ചെയ്യുക, അടിമത്തത്തിലാക്കിയിരിക്കുന്ന ഈ പിശാച് ഇവരിലൂടെ പ്രവർത്തിക്കുന്ന ഈ ഫറവോൻ എന്ത് ചെയ്യുക, അത് അടിമത്തമാണ്. ഇസ്രായേലിലെ അടിമത്തത്തിലേക്ക്, ഈ ഈജിപ്ത് എന്ന് പറഞ്ഞ അടിമത്തമാണ്.
ആമേ നമുക്കിവിടെ കാണുവാൻ കഴിയും. അടിമത്തത്തിലായിരിക്കും. അതായത് ഒരു ദേശത്ത് ഇപ്പം ഇവിടെ നിന്ന് സ്വന്തം ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് ഇസ്രായേൽ ജനം അവിടേക്ക് കടന്നുപോയി. പക്ഷെ അവരെക്കാൾ വർദ്ധിക്കുവാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സ്വന്തം ദേശത്തുള്ളവർക്ക് നന്മ ലഭിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷെ ചെയ്യുന്നില്ല, ഇസ്രായേൽ ജനത്തിന്, അതായത് ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് നന്മ ലഭിക്കുന്നത്, അവർ വർദ്ധിക്കുന്നത്, അവർ ഉയരുന്നത് എന്തില്ല, അവരെ അനുവദിക്കാതെ അവരെ കഠിനമായി വേദനിപ്പിച്ചുകൊണ്ട് ഊര്യ വിചാരകന്മാർ ഹല്ലേലൂയ ആക്കി വെച്ച് ഇവരെ കഷ്ടതയിലേക്ക് ഒരു നേരം പോലും സമാധാനം കൊടുക്കാതെ, ഇവർക്ക് സ്വസ്ഥത കൊടുക്കാതെ, ഇവർ കഷ്ടതയുടെ ആഴങ്ങളിലേക്ക് പടുകുഴിയിലേക്ക് തള്ളിയിടുന്നൊരു മനോഭാവം നമുക്കിവിടെ കാണുവാൻ കഴിയും. നമുക്കറിയാം ഈ ഫറവോനൊക്കെ കഠിനമായ ഹൃദയമുള്ളവരാണ്. അപ്പോൾ അവിടെ ആയിരിക്കുന്നവർ കഠിന ഹൃദയമുള്ളവരാണ്. അവർക്ക് മനസ്സലിവില്ല. ഹല്ലേലൂയ. എങ്ങനെ ഒരു ജനത്തെ വേദനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് അവിടെ. എന്നാൽ ദൈവം പറയുകയാണ്, അല്ലെങ്കിൽ മിസ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന ദൈവം പറയും. എൻ്റെ ജനമാണ് ഇസ്രായേൽ ജനം. ആ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു എന്ന കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. ഊര്യ വിചാരകന്മാരുള്ള കഷ്ടത. ആര് നിമിത്തമാണ് ഈ കഷ്ടത വരുന്നത്? ഫറവോന്റെ മേലധികാരികൾ നിമിത്തം, ഊര്യ അവരാക്കി വച്ചിരിക്കുന്ന ജോലിക്കാർ നിമിത്തം എൻ്റെ ജനം അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവർ നിലവിളി കേട്ടു. ഹല്ലേലൂയ. പറയാൻ അവരുടെ കഷ്ടത ഞാൻ കണ്ടു. ആ കഷ്ടതയ്ക്ക് കാരണക്കാരായവരെ അവർ നിമിത്തമുള്ള എൻ്റെ ജനത്തിലെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു, അവരുടെ അവസ്ഥയെ ഞാൻ അറിയുന്നു, അവരുടെ വേദന ഞാൻ അറിയുന്നു. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, ആ ജനത്തെ വിടുവിക്കുവാൻ നീ അവിടേക്ക് പോകണം. ഹല്ലേലൂയ. അവർക്ക് ഞാൻ നല്ല ദേഷ്യം ഒരുക്കി വെച്ചിട്ട് അവർക്കൊരു വിടുതലുണ്ട്. പക്ഷെ എന്നാൽ ഹല്ലേലൂയ, അവരെ വിടുവിക്കാൻ ഇന്ന് അവിടെ ആരുമില്ല. എങ്കിൽ നീ ചെയ്യണം? നീ അവിടേക്ക് പോകണമെന്ന് മോശയുടെ ദൈവം പറയുകയാണ്. അത് നിമിത്തം നമുക്കറിയാം, മോശ അവിടെ കടന്നുപോയി. ഹല്ലേലൂയ. അവിടെ കടന്നുപോയി. ഹല്ലേലൂയ. അവരെ പുറത്തു കൊണ്ടുവരേണ്ടതിന് മോശയിലൂടെ ദൈവം അവിടെ അത്ഭുതങ്ങൾ ചെയ്തു. ഇസ്രായേൽ ജനത്തിന്റെ കഠിനമായ നിലവിളി, കഷ്ടത, കഷ്ടപ്പാട്, തീവ്രതയും അവർ ദൈവത്തെങ്കിലേക്ക് അവർ നോക്കുകയാണ്. ആ ജനം ഹല്ലേലൂയ ദൈവത്തെങ്കിലേക്ക് അവർ തന്നെ വിടുവിക്കാൻ കഴിയുന്ന ഹല്ലേലൂയ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവത്തിന്റെ പരമമായ വിളിയാണ് നാം ഇന്ന് പ്രിയരെ, നാം ഇസ്രായേൽ ജനമാണ്, അല്ലേ? ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അബ്രഹാമിലൂടെ പുറത്തു വന്ന ജനമാണ് നാം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നമ്മളായിരിക്കുന്ന ദേശത്ത് നമുക്ക് സ്വസ്ഥത തരാതെ നാം ആയിരിക്കുന്നത് മിസ്രൈമിന്റെ ഒരു അടിമത്തമുണ്ട്. നമ്മളെ പുറത്തു കൊണ്ടുവരാതെ നമുക്ക് നന്മ ലഭിക്കാൻ കഴിയും. ദൈവമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഹല്ലേലൂയ നമ്മെ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ അകറ്റുന്ന ഒരു മേഖല ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ. രണ്ടത് ഈ ജനത്തിന് വർധന കണ്ട ദൈവമക്കൾക്ക് വർധന കാണുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഊര്യ വിചാരകന്മാർ നമ്മുടെ ദേശത്തുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ അവരെന്ത് നമുക്ക് വിരോധമായി. അവരുടെ കുഴപ്പമല്ല, പകരം അവരിലൂടെ പിശാച്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നിലവിളി, നിങ്ങൾ ദൈവത്തെ നിലവിളിക്കുന്നെങ്കിൽ ആ നിലവിളി ദൈവം കണ്ടു. നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ ആശ്രയിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഒന്നും ചെയ്യുവാൻ ഇനി ഇല്ല. എല്ലാം ദൈവത്തിന്റെ സന്നിധി കൊടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഒന്നും മാനുഷികമായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവം പറയുവാണ്, നിന്റെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു, നിന്റെ നിലവിളി ഞാൻ കേൾക്കുന്നു. നീ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. നിനക്കൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നിനക്ക് ഞാൻ ദേശം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് പാലും തേനും ഒഴുകുന്നു ദേശത്തേക്ക് നിന്നെ വിട്ടയക്കാൻ നിൽക്കുന്ന ഫറവോന്റെ ബന്ധനത്തെ ഞാൻ അറുത്ത് കളഞ്ഞ നിങ്ങളെ ഞാൻ സാധനത്തിലേക്ക് നടത്തി കൊണ്ടുവരുമെന്നാണ് ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ദൈവം സംസാരിക്കും. അതുകൊണ്ട് സങ്കടങ്ങളിൽ പതറിപ്പോകാതെ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ആമേൻ.